ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം BBA ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ 4th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ 3rd ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കയറി കാണാം കേട്ടോ. അതിനുശേഷം ഈ 4th ചാപ്റ്റർ കാണാം. ഇനിവേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിവേ എന്തെങ്കിലും കമൻറ്റ്സ് ലൈക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇനി ഡൗട്ട്സ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ ഒരു ഡിസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്, അതാണ് എന്ത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. എനിവേ, മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിഫേഴ്സ് ടു ഡിസിഷൻസ് റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ. അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അത് യൂട്ടിലൈസ് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് പറഞ്ഞത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിസൈഡിങ് അപ്പോൺ വേർ ടു ഇൻവെസ്റ്റ്, ഫോർ ഹൗ ലോങ് ടു ഇൻവെസ്റ്റ് എക്സെട്ര. അതായത് എവിടെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര കാലമാണ്, എങ്ങനെയാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ആ ഒരു ഡിസൈഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. സോ വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് ചോദിച്ചാൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു 2 ലൈൻ എഴുതുക കേട്ടോ, അതെങ്കിലും എഴുതണം. ഓക്കെ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് രണ്ടെണ്ണമാണുള്ളത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് ലോങ് ടേം എന്ന് പറയുമ്പോൾ ദീർഘകാലത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്. പിന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതായത് ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ കുറച്ച് കാലത്തേക്ക്, അപ്പോൾ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താ അറിയപ്പെടുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണെന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അത് ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ദിസ് ചാപ്റ്റർ ഡിസ്കസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. സോ മേ ബി ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ വെച്ചാൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് എഴുതേണ്ടി വരും. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ റിഫേഴ്സ് ടു ഡിസിഷൻ റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ക്യാപിറ്റൽ, അത് കംപ്ലീറ്റ് വരെ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരെ എഴുതേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്താ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഡിസിഷനെയാണ് എന്ത് പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും ഒന്ന് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എന്നാലും ടെക്സ്റ്റ് കൊടുത്തല്ലേ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ ഡിസിഷൻസ് റിലേറ്റിംഗ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അസറ്റ്സ് ഓർ പ്രൊജക്റ്റ് വിച്ച് പ്രൊവൈഡ് ലോങ് ടേം ബെനിഫിറ്റ്സ്. അതായത് നമുക്ക് ലോങ് ടേമിലേക്ക്, അതായത് ഒരുപാട് കാലത്തേക്ക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അസറ്റിൽ, ഏത് അസറ്റിലാണ് അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ്, അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഏതിലാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അതായത് ഏത് അസറ്റ് വാങ്ങിക്കുകയാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുകയാണോ, അപ്പോൾ അത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് അത് സ്ക്രീനിങ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദിസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, അനലൈസിങ് ആൻഡ് സെലക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ് ഹൂസ് റിട്ടേൺസ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ സീരീസ് ഓഫ് എ ഇയർ ഇൻ എ ഫ്യൂച്ചർ. അതായത് ദീർഘകാലത്തേക്ക് നമുക്ക് റിട്ടേൺ തരുന്നു. ഈ ക്യാഷ് ഫ്ലോ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലോ ആണ് കേട്ടോ. അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലോട്ട് ക്യാഷ് വരുന്നത്. അപ്പോൾ ദീർഘകാലത്തേക്ക് റിട്ടേൺ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ഈ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, അനലൈസിങ് ആൻഡ് സെലക്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ്. ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, ഈ ഒരു പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ഈ ഒരു അസറ്റാണ് നമുക്ക് വേണ്ടത്, ലോങ് ടേമിക്ക് ബെനിഫിറ്റ്സ് തരാൻ ഇതായിരിക്കും നല്ലത്. അതാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിനൊന്ന് പഠിക്കണം, ഇവാലുവേറ്റ് ചെയ്യുന്നൊക്കെ പറയില്ല, അങ്ങനെ. എന്നിട്ട് അത് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇത് മതി. എന്നിട്ട് സെലക്ട് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഹൂ റിട്ടേൺസ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ സീരീസ് ഓഫ് ഇയർ ഇൻ എ ഫ്യൂച്ചർ. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ദീർഘകാലത്തേക്ക് നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതാണ് കേട്ടോ ഒരു സെൻറ്റൻസ് പറയുന്നത്. ഇൻ ഷോർട്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ പ്രോസസ്സ് മേക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം ആക്ടിവിറ്റീസ്.
അതായത് നമ്മൾ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങിക്കുകയാണ് ലോങ് ടേമിക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് മേ ബി ഇന്നോ നാളെയോ അല്ല, ഒരുപാട് കാലത്തേക്കാണ് നമ്മൾ ആ പ്രൊജക്റ്റിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്. സോ ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം ആക്ടിവിറ്റീസ്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് ഔട്ട്ലേസ്. അതായത് ഈ ലാർജ് ഔട്ട്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്തായിരിക്കും, വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു മെഷീനറി ലോങ് ടേമിക്ക് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരിക്കും ആ മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലാൻഡാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഓഫ് കോഴ്സ് നല്ലൊരു 10 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്ഥലത്തിനൊക്കെ നല്ല വിലയല്ലേ. ഇപ്പോൾ മെഷീനറി ആണെങ്കിലും ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിലും ഓഫ് കോഴ്സ് അതിനെന്തായിരിക്കും, അത് അതിന് വേണ്ട മെഷീനറികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാൻ നല്ലൊരു എമൗണ്ട് ആകും. അതാണ് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് ഔട്ട്ലേസ്. ലാർജ് ഔട്ട്ലേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഫിനാൻസിനെയാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് കറൻറ്റ് ഫണ്ട്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. കറൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്, ഭാവിയിലേക്ക് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയർ ഇൻ എ ഫ്യൂച്ചർ. ആ ബെനിഫിറ്റ്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ ഫണ്ട് നമ്മൾ ഫ്യൂച്ചർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ബെനിഫിറ്റ്സ് നമുക്ക് ഇന്നോ നാളത്തേക്കോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ അല്ല, ഒരുപാട് വർഷത്തേക്കാണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ എ ഫ്യൂച്ചർ. നെക്സ്റ്റ് ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. ഈ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മളൊരു ലോങ് ടേം ആയിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കും, ഒരു മെഷീനറി വാങ്ങിക്കുകയാണ്. നമുക്കറിയുന്നില്ല ഈ ബിസിനസ് സക്സസ് ആവുമോ എന്നുള്ളത്. പക്ഷേ എന്നാലും ഒരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പെക്റ്റേഷൻ ഒരു ഹോപ്പിൻ്റെ പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു റിസ്ക് ആണത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് എ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. കാരണം ഫ്യൂച്ചർ നമുക്ക് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെ അൺസർട്ടൈൻ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. എനിവേസ് എന്താ ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിലും അല്ല നമ്മുടെ ഇപ്പോൾ എക്കോണമിക് കണ്ടീഷൻ ആണെങ്കിലും എന്താ സൊസൈറ്റിയുടെ അവസ്ഥ എന്നൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ അതാണ് അവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഈസ് ഇറവേഴ്സിബിൾ. ഇറവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യാന്ന് പറയില്ല, അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു മെഷീനറി വാങ്ങിച്ചു, ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞ് നമുക്ക് തോന്നുകയാണ് അയ്യോ വേണ്ട, നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു, നമ്മൾ ഫുള്ള് ക്യാഷ് എമൗണ്ട് ഒക്കെ കൊടുത്ത് നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞു, നമുക്കൊരു 1-2 മാസം നമ്മളത് യൂസ് ചെയ്തു. അതിനുശേഷം നമുക്ക് തോന്നുകയാണ് അയ്യോ അത് വേണ്ടായിരുന്നു തോന്നിയിട്ട് കാര്യമുണ്ടോ, നമ്മൾ 10 ലക്ഷം രൂപ കൊടുത്ത് അത് വാങ്ങിച്ചു, ഇനി നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കത് വിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ 10 ലക്ഷം രൂപ കിട്ടുള്ളൂ. എന്നാലും 10 ലക്ഷം രൂപ കിട്ടുന്നില്ല. അതെന്താണ്, കാരണം നമ്മളത് യൂസ് ചെയ്തതാണ്. സോ 10 ലക്ഷം രൂപയിൽ നിന്നും കുറച്ചിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. അതാണ് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഈസ് ഇറിവേഴ്സിബിൾ. പിന്നെ ജസ്റ്റേഷൻ പീരിയഡ് ഈസ് ലോങ്. അതായത് നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങിച്ചു. അതൊരു ദീർഘകാലത്തേക്കുള്ളത് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ അതിപ്പോൾ നാളെ തന്നെ എനിക്ക് ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് എനിക്ക് റിട്ടേൺ കിട്ടുമോ ഇല്ല, അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുമോ ഇല്ല. അത് മേ ബി 10 ലക്ഷം രൂപ എനിക്ക് അതിന് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് വാങ്ങിക്കുന്ന ആ സമയം എനിക്ക് ആ 10 ലക്ഷം രൂപ വരെ കിട്ടുന്ന ആ ഒരു സമയം തമ്മിൽ നല്ലൊരു ഡിഫറൻറ്റ് ഇല്ലേ. ആ ഒരു ടൈമിനെയാണ് ഇവിടെ ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റേഷൻ പീരിയഡ് ഈസ് ദി പീരിയഡ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ഔട്ട്ലേ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് റിട്ടേൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നത്. എല്ലാവരും പഠിച്ച് വെക്കുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇത് മേ ബി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് വരാം, 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് വരാം. കാരണം ഇതിൽ 9 പോയിൻറ്റ്സ് എന്തുകൊണ്ട്. സോ ഒരു എസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യും, വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് വരുന്നതെന്നൊക്കെ. എനിവേ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇൻവോൾവ്സ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് പെർമനൻറ്റ് അസറ്റ്സ്. അതായത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പെർമനൻ്റ് അസറ്റിന്. അതായത് പെർമനൻ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഇപ്പോൾ നമ്മൾ മെഷീനറി 10 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു മെഷീനറി വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് നാളെ വിൽക്കാനില്ല, അതെന്താ പെർമനൻ്റ് ആണ്. പെർമനൻ്റ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതാണ് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇൻവോൾവ്സ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പെർമനൻറ്റ് ഡിസിഷൻ, ഹെൻസ് ഇറ്റ് റിക്വയർസ് കെയർഫുൾ പ്ലാനിങ് ആൻഡ് അപ്രൈസൽ. അതിന് എന്താവശ്യമാണ്, കെയർഫുൾ പ്ലാനിങ്. കെയർഫുൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. അതായത് ഒരു ബിസിനസ്സിന് എന്ന് പറയുമ്പോൾ മെഷീനറീസ് മാത്രം പോരല്ലോ, നമുക്ക് എന്തൊക്കെ വേണം, ലാൻഡ് വേണം, ബിൽഡിംഗ് വേണം, പിന്നെ മെഷീനറീസ്, പിന്നെ അതുപോലെ തന്നെ ഈ
ഫർണിച്ചർ, ലാൻഡ്, അങ്ങനെ പല കാര്യങ്ങളും വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം ഏതാണ് വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് അപ്പോൾ മെഷീനറിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്, ഓക്കെ നമുക്ക് മെഷീനറിയാണ് വേണ്ടത്. അത് ഏത് തരത്തിലുള്ള മെഷീനറിയാണ് വേണ്ടത്, ഏത് കമ്പനിയുടെ മെഷീനറിയാണ് വേണ്ടത്, എത്ര രൂപയിൽ ഒതുങ്ങണം നമ്മുടെ ബഡ്ജറ്റ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. എന്നിട്ട് അത് അപ്രൈസൽ ചെയ്യണം. അപ്പോൾ അതൊരു കെയർഫുൾ പ്ലാനിങ്ങും അപ്രൈസലൊക്കെ എന്താണ്, അതിനാവശ്യമാണ്. എ മിസ്റ്റേക്ക് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ക്യാൻ പ്രൂവ് ഫാറ്റൽ ടു ദ എൻ്റർപ്രൈസസ്. അതായത് ഒരു എൻ്റർപ്രൈസസ് സക്സസ് ആവാതിരിക്കുക, അതായത് ഫെയിൽ ആവാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ. ലോങ് ടേം ഇംപ്ലിക്കേഷൻസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഹാവ് എ ലോങ് ടേം എഫക്റ്റ് ഓൺ ദി ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ഫേം. ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ പ്രത്യാഘാതങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതായത് അതായത് കുറേ കാലത്തേക്ക് ലോങ് ടേം ആയിട്ട് ഒരുപാട് കാലത്തേക്ക് വരുന്ന അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ഓർഗനൈസ് അല്ലെങ്കിൽ നമ്മുടെ എൻ്റർപ്രൈസസിൽ ഉണ്ടായിരിക്കും. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഹാവ് എ ലോങ് ടേം എഫക്റ്റ്. ലോങ് ടേം എഫക്റ്റ് പറയുമ്പോൾ നമ്മുടെ ഭാവിയിൽ നടക്കുന്നതിന് അത് എഫക്റ്റ് ചെയ്യും. അത് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ഫേം. അതായത് മേ ബി പ്രോഫിറ്റബിലിറ്റി കൂടാൻ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കുറയാൻ. ഇപ്പോൾ എന്തായാലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്തായിരിക്കും, പ്രോഫിറ്റബിലിറ്റി കൂടാൻ വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ എന്തായിരിക്കും പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ഫേം, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന പറയുന്നത് ലോങ് ടേം എഫക്റ്റ് ഓൺ ദി ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദി ഫേം. അതാണ് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് കൊണ്ട് പറയുന്നത്. പിന്നെ ഇറിവേഴ്സിബിൾ ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് വൺസ് മെയ്ഡ് കനോട്ട് ബി റിവേഴ്സ്ഡ് ഈസിലി. അതായത് നമ്മൾ പറഞ്ഞു ഇറിവേഴ്സിബിൾ ആണ്, അതായത് നമുക്ക് കഴിയില്ല, കനോട്ട് ബി റിവേഴ്സ്ഡ് ആണ്. അതായത് അത്ര എളുപ്പമല്ല. കാരണം നമ്മളൊരു 10 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങിച്ചാൽ അത് നമ്മൾ 2 മാസം യൂസ് ചെയ്തു, അത് നമ്മൾ പിന്നെ വിറ്റിട്ട് ആ 10 ലക്ഷം രൂപ ക്യാഷ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, റിസ്ക് ഉള്ള കാര്യം. കാരണം ആദ്യം നമ്മൾ ഈ മെഷീനറി ആവശ്യമുള്ള ആളുകളെ കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മുടെ ബഡ്ജറ്റ് സെറ്റാക്കണം. അതായത് നമ്മൾ പറയുന്ന എമൗണ്ടിന് അവർ ഈ മെഷീനറി വാങ്ങിക്കാൻ തയ്യാറാവണം. അപ്പോൾ അത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അതാണ് ഇറിവേഴ്സിബിൾ ഡിസിഷൻ. പിന്നെ റിസ്ക്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഇൻവോൾവ്സ് ഗ്രേറ്റർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരുപാട് റിസ്ക്കും അതുപോലെ തന്നെ അൺസർട്ടനിറ്റി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. The longer is the period of the project, the greater may be risk and uncertainty. Capital budgeting decision involves a high degree of risk because huge funds are involved. Current funds are invested but benefits are realized over future years. Capital budgeting decisions are reversible. Gestation period is long. അതായത് നമ്മുടെ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാലത്തേക്കുള്ളതാണ്. ദ ലോങ്ങർ ഈസ് ദ പീരിയഡ് ഓഫ് ദി പ്രൊജക്റ്റ്. അവിടെ എന്തുണ്ടായിരിക്കും, ഗ്രേറ്റർ റിസ്ക്കും അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് അവസ്ഥ, കാരണം നമുക്ക് ബിസിനസ് ഇത് സക്സസ് ആകുമെന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ കൊറോണയൊക്കെ വന്നപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത പല എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഫേമുകളും പൂട്ടേണ്ടി വന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടൊക്കെ ആയപ്പോൾ. അപ്പോൾ എന്താണ് നമ്മുടെ ഭാവിയത്തെ അവസ്ഥ എന്നൊന്നും പറയാൻ കഴിയില്ല. അതാണ് ഈ അൺസർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്കോണമിക് കണ്ടീഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിക് കണ്ടീഷൻ എന്താണെന്നും പറയാൻ കഴിയില്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഇൻവോൾവ്സ് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. അതിനെന്താണ്, ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് ഇൻവോൾവ് ആണ്. അതിൻ്റെ കാരണമാണ് അവിടെ ഒന്നാമത്തെ കാരണം ഹ്യൂജ് ഫണ്ട്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോൾവ് ആയിട്ടുണ്ട്. കറണ്ട് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ബട്ട് ബെനിഫിറ്റ്സ് ആർ റിയലൈസ്ഡ് ഓവർ ഫ്യൂച്ചർ ഇയേഴ്സ്. അതായത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ റിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുകയാണ് അയ്യോ അത് ചെയ്യേണ്ടായിരുന്നു എന്ന്. അത് നമ്മൾ ചെയ്തതിന് ശേഷം തോന്നിയിട്ട് കാര്യമില്ല, അത് അതിന് മുന്നേ തോന്നണം. അതാണ് പറയുന്നത്. ജസ്റ്റേഷൻ പീരിയഡ് ഈസ് ലവ്. ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു 10 ലക്ഷം രൂപ ഞാൻ വെച്ചൊരു മെഷീനറി വാങ്ങിച്ചു, അതിൽ നിന്ന് എനിക്ക് റിട്ടേൺ കിട്ടുന്നത് മേ ബി ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതിനെയാണ് ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. അത് ഒരുപാട് കാലം ആവാനുള്ള കാരണം എന്താ, കാരണം നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് സക്സസ് ആയെന്ന് പറയാൻ കഴിയുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രോത്ത്. ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എഫക്റ്റ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് എ ഫേം. അതായത് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ഉണ്ടല്ലോ, അത് ഒരു ഫേമിൻ്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ റിസൾട്ട് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഇമ്മീഡിയറ്റ്ലി. ക്യാഷ് ഇൻഫ്ലോസ് ആർ ജനറേറ്റഡ് ഇൻ ഫ്യൂച്ചർ. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അസറ്റ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഔട്ട്ഫ്ലോ ആണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, ക്യാഷ് ഇൻഫ്ലോസ് ആർ ജനറേറ്റഡ് ഇൻ ഫ്യൂച്ചർ. അത് ഇങ്ങോട്ട് വരാൻ ഭാവിയിലാണ് അത് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ഇമ്പാക്റ്റ് ഓൺ ഫേംസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്. ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എഫക്ട് ദ കപ്പാസിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് എ ഫേം ഫേസ് കോമ്പറ്റീഷൻ. അതായത് ഒരു ഫേമിൻ്റെ കോമ്പറ്റീഷൻ്റെ സ്ട്രെങ്ത്തിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഫേമിന് നല്ല രീതിയിൽ കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫേം അവരുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതായത് മേ ബി അവരുടെ കയ്യിൽ നല്ല മെഷീനറീസും നല്ലൊരു ബിൽഡിങ് നല്ലൊരു എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കും അതുപോലെ തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്കും അവരുമായിട്ട് പിടിച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എഫക്ട് ദ കപ്പാസിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് എ ഫേം ടു ഫേസ് കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അഫക്റ്റ് ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് എ ഫേം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണമാവുന്നുണ്ടാണ് പറയുന്നത്. ഓക്കെ. പിന്നെ മോസ്റ്റ് ഡിഫിക്കൾട്ട് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ വെരി ഡിഫിക്കൾട്ട് ടു മേക്ക്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ദിസ് ഈസ് ഡ്യൂ ടു ഉള്ള കാരണം എന്താ, അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ത് വേണേൽ സംഭവിക്കാം, നമ്മുടെ കയ്യിലല്ല ഒന്നും ഉള്ളത്. അതാണ് എന്ത് പറഞ്ഞത്, അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ. ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ഇയേഴ്സ് ക്യാഷ് ഇൻഫ്ലോസ്. അതായത് നമ്മൾ ഡിസിഷൻസ് എങ്ങനെയാണ്, എന്തിൻ്റെ ബേസിലാണ് എടുക്കുന്നത്, നമുക്ക് ഇങ്ങോട്ട് അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലോട്ട് ക്യാഷ് വരണം, ആ ഒരു ബേസിലാണ് എന്തെടുക്കുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മോർ റിസ്ക്, കുറച്ചധികം റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ളതാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കോസ്റ്റ് കൺട്രോൾ. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ദർ ഈസ് എ റെഗുലർ കമ്പാരിസൺ ഓഫ് ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റ് എടുക്കുമ്പോൾ അവിടെ ഒരു റെഗുലർ കമ്പാരിസൺ ഉണ്ടാകും. അതായത് ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, അതുപോലെ തന്നെ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എക്സ്പെൻഡിച്ചർ വരിക, അങ്ങനത്തെ ഒരു റെഗുലർ കമ്പാരിസൺ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ വെൽത്ത് മാക്സിമൈസേഷൻ. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് ദി വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവായിട്ട്, ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ. ഇത്രയാണ് നമുക്ക് ഈ ഒരു റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ പറയാനുള്ളത്. ഇത് 9 പോയിന്റ്സ് ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് മേ ബി ഒരു എസ്സേ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. മേ ബി എക്സ്പെക്ട് ചെയ്യാം, കാരണം 9 പോയിന്റ്സ് ഒക്കെ വരുന്നില്ല, അത്യാവശ്യം നന്നായിട്ട് എഴുതാനും ഉണ്ട് അതിൽ. അപ്പോൾ മേ ബി വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് റൂൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രോസസ്സ് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രൊജക്റ്റ് ജനറേഷൻ. ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ് ബിഗിൻസ് വിത്ത് ജനറേഷൻ ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോസസ്സ് എന്തില്ല തുടങ്ങുന്നില്ല, ഒന്നൊക്കെ ആ ഒരു നമ്മൾ ഏത് ഏത് പ്രൊജക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ആ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഇൻവോൾവ്സ് എ കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ കമ്പാറ്റബിൾ വിത്ത് ദ ഫേംസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ എന്താണ് ഇതിൽ ഇൻവോൾവ് ആണ്. ദിസ് ഇൻവോൾവ് കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ കമ്പാറ്റബിൾ വിത്ത് ഫേംസ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊജക്റ്റ് സ്ക്രീനിങ്. ഈച്ച് പ്രപ്പോസൽ ഈസ് ദെൻ സബ്ജക്റ്റ് ടു എ പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ് ഇൻ ഓർഡർ ടു അസസ് വെദർ ഇറ്റ് ഈസ് ടെക്നിക്കലി ഫിസിബിൾ, റിസോഴ്സ് റിക്വയർഡ്സ് ആർ അവൈലബിൾ ആൻഡ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആർ അഡ്യൂക്കേറ്റ് ടു കോമ്പൻസേറ്റ് ഫോർ ദി റിസ്ക് ഇൻവോൾവ്ഡ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ടായിരിക്കും, നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാം, അല്ലെങ്കിൽ അത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ്സിന് വിധേയമാക്കണം. അപ്പോൾ അത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ടെക്നിക്കലി അതെന്താണ് ഫിസിബിൾ ആണോ, അപ്പോൾ അത് നോക്കാൻ, അത് ഫസ്റ്റ് ടെക്നിക്കലി അതെന്താണ് പോസിബിൾ ആണോ എന്ന് ഫസ്റ്റ്. പിന്നെ റിസോഴ്സ് റിക്വയർഡ് ആർ അവൈലബിൾ. ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് കിട്ടാൻ കഴിയുമോ, അതായത് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട് നമുക്ക് ആ റിസോഴ്സസ് കിട്ടാൻ കഴിയുമോ, അല്ലെങ്കിൽ അവൈലബിൾ ആണോ, ലഭ്യമാണോ. ആൻഡ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആർ അഡ്യൂക്കേറ്റ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിസ്ക് ഇൻവോൾവ്ഡ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ അതും അതിലടങ്ങിയിരിക്കുന്ന റിസ്ക്കും എത്രത്തോളം ഉണ്ടെന്നും. അതാണ് ഈ പ്രൊജക്റ്റ് സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനത്തെ ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ വന്നാൽ ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സ്ക്രീൻ ചെയ്യണം. സ്ക്രീൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുന്ന പോലെ, അതായത് ഏറ്റവും ഏതാണ് ബെസ്റ്റ് അത്. അപ്പോൾ അതാദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ഇതിലെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ടെക്നിക്കലി ഫിസിബിൾ ആണോ, അതുപോലെ തന്നെ റിസോഴ്സസ് അവൈലബിൾ ആണോ, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ അതിൽ നിന്ന് കിട്ടുമോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്. അതാണ് ഈ പ്രൊജക്റ്റ് സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ. ആഫ്റ്റർ സ്ക്രീനിങ് ഓഫ് പ്രൊജക്റ്റ് ഐഡിയാസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രപ്പോസൽ. പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ
ഞാൻ പറഞ്ഞു ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്തിൻ്റെ ബേസിലാണ്? പ്രോഫിറ്റബിലിറ്റി, അതായത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് കിട്ടുക, അതാണ് ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻവോൾവ്സ് 2 സ്റ്റെപ്പ്. അതിൽ 2 സ്റ്റെപ്പാണ് അടങ്ങിയിട്ടുള്ളത്. എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് ക്യാഷ് ഇൻഫ്ലോ, സെലക്ടിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ക്രിറ്റീരിയൻ ടു ജഡ്ജ് ദ ഡിസൈറബിലിറ്റി ഓഫ് ദി പ്രൊജക്റ്റ്. ഓക്കെ, അതാണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് 4-മത്തെയാണ് പ്രൊജക്റ്റ് സെലക്ഷൻ. പ്രൊജക്റ്റ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ പ്രൊജക്റ്റ് ഇവാലുവേഷൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് ആൻഡ് അപ്രൂവ് ദി ബെസ്റ്റ് പ്രൊപ്പോസൽ ഓർ പ്രൊപ്പോസൽസ്. അതായത് പ്രൊജക്റ്റ് സെലക്ട് പറയുമ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്തു, അതായത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതായത് ഈ ഒരു പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ ഇതിന് എന്താണ് റിസ്ക് കുറവാണ്, ഇതിന് ആവശ്യമുള്ള റിസോഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇത് ടെക്നിക്കലി ഓക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സ്ക്രീൻ ചെയ്യും, പിന്നെ ഇവാലുവേറ്റ് ചെയ്ത് അതൊക്കെ സക്സസ് ഓക്കെ ആയാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോസൽസ് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ആൻഡ് അപ്രൂവ് ചെയ്യും. അതാണ് പ്രൊജക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ആഫ്റ്റർ സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ് ഫണ്ട്സ് ആർ അലോക്കേറ്റഡ് ഫോർ ദം ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, അതിന് ശേഷം പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ മെഷീനറി വാങ്ങിക്കാം, നമുക്ക് മെഷീനറി വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫണ്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതാണ് 5-മത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വരുന്നതാണ് പെർഫോമൻസ് റിവ്യൂ. ആഫ്റ്റർ ദി സ്റ്റാർട്ട് ഓഫ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പ്രൊജക്റ്റ് ഇറ്റ് ഈസ് പ്രോഗ്രസ് മസ്റ്റ് ബി റിവ്യൂഡ് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ്. അതായത് ആ ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്തു, നിലവിൽ വന്നു, അതിനുശേഷം അതിൽ നമ്മുടെ ഫേമിൽ വരുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും വല്ല ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം, അത് റിവ്യൂ ചെയ്യണം, അതിൻ്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പെർഫോമൻസ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി നമുക്കൊരു നെക്സ്റ്റ് പാർട്ട്, ഇതിൻ്റെ ബാക്കി ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്